യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഫെബ്രുവരി 16 രാവിലെ 8:30 മുതൽ സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഫെബ്രുവരി 16 രാവിലെ 11 മുതൽ സ്ഥലം AJ ഹാൾ കുമാരപുരം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പ്രൊഫറ്റിക് മെസ്സേജാണ്. ഇന്ന് ബ്രദർ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ ദൈവിക ആലോചനയും അത് സ്വന്തമാക്കിയാട്ടെ, അതിനെ ഏറ്റെടുത്താട്ടെ. കർത്താവ് നിങ്ങളുടെ വീട്ടിൽ വാഴുന്നുവെങ്കിൽ ഇത് വാഴ്ചയുടെ സമയമാണ്. ദൈവമക്കൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തോടൊപ്പം ചലിക്കേണ്ട, അല്ലെങ്കിൽ സാന്നിധ്യത്തോടൊപ്പം സമയം ചെലവഴിക്കേണ്ട സമയം. അവൻ നിൻ്റെ വീട്ടിൽ വാഴുന്നുവെങ്കിൽ വേറൊരു വാഴ്ചയും നിൻ്റെ വീട്ടിലുണ്ടാകത്തില്ല. കർത്താവ് നമ്മളോട് പറയുന്നതിനെ നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാനിന്ന് പ്രസംഗിക്കാൻ പോവുകയല്ല, ഞാൻ നിങ്ങളോടൊന്ന് പ്രവചിക്കാനായി പോവുക. സോ ഞാൻ മെസ്സേജ് ആയിരിക്കും പറയുന്നത്, ദൈവജനമായിരിക്കും പറയുന്നതെങ്കിലും ഓരോ വേർഡും നിങ്ങളോടുള്ള ദൈവാലോചനയാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. സോ ഇതിനോട് നിങ്ങൾ പ്രതികരിച്ചാട്ടെ. അസാധാരണമായത് എന്തോ സംഭവിക്കാനായി പോകുന്നു. ഈ ദിവസം പലരുടെയും മുഖം മാറുന്ന ദിവസമായിരിക്കും. ഈ ദിവസം പലരുടെയും മിനിസ്ട്രി മാറുന്ന ദിവസമായിരിക്കും. ഈ ദിവസം പലരുടെയും ഭവനത്തിന്റെ ഫേസ് മാറുന്ന ദിവസമായിരിക്കും. അസാധാരണമായത് എന്തോ സംഭവിക്കാൻ പോകുന്നു. ഗെറ്റ് റെഡി. ഈ വർഷത്തിന്റെ പേര് നമുക്കൊന്ന് ഉറക്കെ പറയാം. ദി ഇയർ ഓഫ് ഡിവൈൻ പ്രസൻസ് ആൻഡ് പീസ്. ദൈവ സാന്നിധ്യത്തിന്റെ സമാധാനത്തിന്റെ വർഷം. എല്ലാവരും പറഞ്ഞേ, സാന്നിധ്യത്തിന്റെ സമാധാനത്തിന്റെ വർഷം. ഒന്ന് കൈയടിച്ച് അതിന് നന്ദി പറഞ്ഞേ. ഇയർ ഓഫ് പ്രസൻസ്, ഇയർ ഓഫ് പീസ്, ഇയർ ഓഫ് ഷലോം. ഒന്നും കൂടെ ചുണയായി കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു വാക്ക് അരാമ്യ ഭാഷയിൽ നിന്ന് ലഭിച്ചു. ആ വാചകത്തിന്റെ അർത്ഥം ഇതായിരുന്നു, വാഴുക. ആമേൻ. എല്ലാവരും പറഞ്ഞേ, വാഴുക, ദൈവരാജ്യത്താൽ വാഴുക, വാഴുക എന്നൊക്കെയായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ഈ പകൽ എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ഭവനം ദൈവത്താൽ വാഴുവാൻ പോകുന്നു? ഈ വരുന്ന നാളുകളിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക വാഴ്ച നിങ്ങളുടെ വീട്ടിൽ വരുവാനായി പോകുന്നു. ഒരാളുടെ ഭവനത്തിൽ ദൈവം വാഴുന്നുവെങ്കിൽ അയാളെ പിന്നീട് രോഗം വാഴത്തില്ല, അയാളെ കടം വാഴത്തില്ല, അയാളെ അപമാനം വാഴത്തില്ല, അയാളെ നിന്ന വാഴത്തില്ല, അയാളെ ദുഷി വാഴത്തില്ല, വാഴാൻ കഴിയത്തില്ല. എങ്കിൽ ദൈവം വാഴുന്ന ഭവനങ്ങൾക്കായി സ്തോത്രം. എങ്കിൽ ദൈവം വാഴുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വാഴുകയാണ്.
പൗലോസിന്റെ ഭാഷയിൽ റോമർക്കെഴുതിയ ലേഖനം 5:17 പറയുന്നത് ജീവനാൽ വാഴുമെന്നാണ്. എങ്കിൽ നിങ്ങൾ ഈ വർഷം പ്രശ്നങ്ങളുടെ മേൽ വാഴുവാൻ പോകുന്നു, ശാപങ്ങളുടെ മേൽ വാഴാൻ പോകുന്നു, പ്രതിസന്ധിയുടെ മേൽ വാഴാൻ പോകുന്നു, താഴ്ചകളുടെ മേൽ വാഴാൻ പോകുന്നു. എവിടെയാണോ പിശാച് വാണിരുന്നത് അവിടെയെല്ലാം ദൈവ പൈതൽ വിശ്വാസി വാഴുന്ന സീസണിലേക്ക്. വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ, വാഴ്ചയുടെ കാലം. ഹല്ലേലൂയ. ദൈവം വാഴുന്നുവെങ്കിൽ ഞാനും വാഴുകയാണ്. ഓ ഹല്ലേലൂയ. ചിലരുടെ ഭവനത്തിൽ അവർ വാഴുന്നു, ചിലരുടെ സാഹചര്യത്തിന് മേൽ വാഴുന്നു. ഇതുവരെ കടമാവാണതെങ്കിൽ നോ 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 ബ്രദറെ, അപ്പന്റെ കാലം മുതൽ നിങ്ങളുടെ വീട് താഴോട്ടാണ് പോകുന്നത്, ഞെരുക്കത്തിലേക്കാണ്. This year going to be different. ഈ വർഷം മുതൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ എവിടെയാണോ താഴോട്ട് പോയിരുന്നത് അവിടെ നിങ്ങൾ മേലോട്ട് കയറാൻ തുടങ്ങും. താഴോട്ട് പോകുന്ന കാലം കഴിഞ്ഞു, അപമാനത്തിന്റെ കാലം കഴിഞ്ഞു, കെടുതിയുടെ കാലം കഴിഞ്ഞു, പ്രതിസന്ധിയുടെ കാലം കഴിഞ്ഞു. പകരം അതിനുമേൽ വാഴുന്ന കാലം. This is a season for ruling. This is a season for ruling. യെശയ്യാ 52 അതിന്റെ 7-ാമത്തെ വാചകം, സമാധാനത്തെ ഘോഷിച്ചു, നന്മയെ സുശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് ദൈവം നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ വായിച്ച വാചകത്തിൽ 4 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സമാധാനത്തിന്റെ സുവിശേഷം, നന്മയുടെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം. അടുത്ത സുവിശേഷം പറയുന്നത് ദൈവം വാഴുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് രക്ഷ, നന്മ, സമാധാനമാണ് എങ്കിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഗോസ്പൽ വരുന്നത്, ഗോസ്പൽ പ്രസംഗിക്കുന്നത് വാഴുന്നതിനെ കുറിച്ചായിരിക്കും. സമാധാനം നല്ലതാണ്, സുവിശേഷം കേൾക്കുന്നത് സമാധാനം നല്ലതാണ്, നന്മയെ കുറിച്ച് കേൾക്കുന്നത് നല്ലതാണ്, രക്ഷയെ കേൾക്കുന്നത് നല്ലതാണ്. അതും തുടർന്ന് പോകട്ടെ, അത് തുടരട്ടെ. പക്ഷേ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സുവിശേഷകർ പറയാൻ തുടങ്ങും, യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു. നീ ആയിരിക്കുന്ന ചുറ്റളവിൽ യേശു വാഴുന്നു. കുമാരപുരത്ത് യേശു വാഴുന്നു, തിരുവനന്തപുരത്ത് യേശു വാഴുന്നു, ഓ കേരളത്തിൽ യേശു വാഴുന്നു, ഇന്ത്യയിൽ യേശു വാഴുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ യേശു വാഴുന്നു, നിങ്ങളുടെ ജോലിയിൽ വാഴുന്നു, നിങ്ങളുടെ ബിസിനസ്സിൽ വാഴുന്നു, സകലയിടത്തും വാഴുന്ന അനുഭവത്തിലേക്ക് യേശു നിങ്ങളെ ഉയർത്തുകയാണ്. വാഴുന്നു. കൈയടിച്ചു പറഞ്ഞേ, വാഴുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ദൈവം God make you closer to him. ദൈവം ചിലരെ അവനോട് ചേർത്തടിപ്പിക്കാനായി പോകുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് ഉള്ളിലേക്ക് കയറാവേ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അവനോട് അടുപ്പിക്കാൻ പോകുന്നു. God make you closer to him. Amen. നിങ്ങൾ വിശ്വസിക്കുന്നു? ദൈവത്തിൻ്റെ ആഴങ്ങൾ നിങ്ങൾ അറിയാനായി പോകുന്നു. ഓ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. അവനോട് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആളത്വത്തെ നിങ്ങൾ അറിയാൻ പോകുന്നു, അവൻ്റെ ആഴങ്ങൾ അറിയാൻ പോകുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത് ആ ദൈവിക ബന്ധത്തിന് ഇടർച്ചയുള്ളവർ, പ്രാർത്ഥനയുടെ ആഴങ്ങളില്ലാത്തവർ, ആരാധനയുടെ ആഴങ്ങളില്ലാത്തവർ, ഈ വർഷം ഞാൻ പറയാം കുടുംബമായി ദൈവിക ആഴങ്ങളിലേക്ക് കയറും, കുടുംബമായി ദൈവമായി ക്ലോസ് ആകും. നിങ്ങളുടെ ആരാധനയുടെ നിലവാരം മാറും, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവാരം മാറും. അടുത്ത ലെവലിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അടുത്ത ലെവലിൽ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങും. നിങ്ങൾ വചനം വായിക്കുമ്പോൾ ദൈവം വെളിപ്പെടുന്ന പോലെ നമുക്ക് മനസ്സിലാകും. God is going to, അവന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ അവനെ നിങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങും. ദൈവം ഒരു മനുഷ്യനെ അവനോട് കൂടെ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ? ദൈവത്തിന് എങ്ങനെ ഒരു മനുഷ്യനെ അവനോട് അടുപ്പിക്കാൻ? സിമ്പിളാണ്. അവന്റെ വചനം വായിക്കുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ വേർഡ് ജഡമായി അവൻ അനുഭവിക്കാൻ തുടങ്ങും. അവൻ പറയും, നോ നോ, എന്റെ ഫാമിലി ക്ലോസർ ആകുന്നു,
എന്നെ കാണിച്ചൊരു വെളിപാട് പറയാം. ഒരു കുഞ്ഞിനെ തൻ്റെ അപ്പൻ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ, നടത്തി കൊണ്ടുപോകുന്നത് പോലെ ചിലരുടെ വീടുകളെ അവനോട് അടുപ്പിക്കും. അവൻ, നിന്റെ ഭർത്താവ് അവനോട് അടുക്കും, നിന്റെ ഭാര്യ അവനോട് അടുക്കും, ചിതറിപ്പോയ ചില കുഞ്ഞുങ്ങൾ അവനോട് അടുക്കും. നിങ്ങൾ കുടുംബമായി സേവിക്കാൻ ആരംഭിക്കും. This is the season for you. It is a season for you. അകന്നുപോയവർ, ചിലരോടുള്ള ദൂതൻ പറയുന്നേ, അകന്നുപോയവർ എന്ന് പറഞ്ഞാൽ പിണങ്ങിപ്പോയവർ, വേർപെട്ടു പോയവർ, ദൈവകൃപയിൽ നിന്ന് പോയവർ, അവർ വേഗത്തിൽ മടക്കി വന്ന് കർത്താവിനോട് കൂടെ ചേരും. കൊറോണ കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടവർ, എൻ്റെ ചർച്ചിലെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, ലോകമെമ്പാടുമുള്ളവർ. എന്നാൽ കർത്താവ് പറയുക, എന്നെ അറിഞ്ഞവരിലെ ഞാൻ തിരികെ കൊണ്ടുവരും, തിരികെ കൊണ്ടുവരും. നഷ്ടപ്പെട്ട മഴ തിരിച്ചു വരുന്നത് പോലെ ചിലത് പൊങ്ങി വരും. ഹല്ലേലൂയ. ഒന്നുകൂടെ തിരിച്ചു പറയാം. നഷ്ടപ്പെട്ട മഴ ഏലിശ വടിയെറിഞ്ഞപ്പോ, കമ്പെറിഞ്ഞപ്പോ പൊങ്ങി വന്നതുപോലെ ചിലർ എഴുന്നേറ്റ് വരും, ചില ഉയർന്നു വരും, ചിലർ എഴുന്നേറ്റ് വരും. നിന്റെ വീടിനി പുറകോട്ട് പോയെന്നൊരു സങ്കടം നിനക്കുണ്ടാകുകയില്ല. നിന്റെ വീട് യേശുമായി അടുക്കും, യേശുമായി ക്ലോസർ ആകും. ദൈവത്തിന്റെ ലവേഴ്സ് എന്ന് നിനക്ക് പേരാകും. ദൈവത്തിന്റെ സ്നേഹിതരും, ദൈവത്തിനെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ പ്രേമിക്കുന്നവർ എന്ന് നിനക്ക് പേരാകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ, ഒരു ശബ്ദഹീർത്തി ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പ്രസൻസ് ലവേഴ്സ് എഴുന്നേൽക്കും, സാന്നിധ്യത്തെ സ്നേഹിക്കുന്നവർ എഴുന്നേൽക്കും. കുറച്ചും കൂടെ കയറി പറയട്ടെ, സാന്നിധ്യമായി നടക്കുന്ന ആളുകൾ എഴുന്നേൽക്കും. ഓ ഹോ 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 ഹോ. ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾ പലരുടെയും വീടുകളിലേക്ക് അവന്റെ സാന്നിധ്യത്തെ കൊണ്ടു ചെല്ലുന്നവരാകും. ഓ ഹോ 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 ഹോ. സാന്നിധ്യമായി നടക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. ദൈവവുമായി നടക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഒരു കാര്യം കാണാം, പിശാചുമായി നടക്കുന്ന ഒരു ജനറേഷനെ കാണാം. പിശാചുമായുള്ള ബന്ധത്തിൽ, പിശാചുമായുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളെ കാണാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളത് കണ്ട് ഭയപ്പെടരുത്. ഇനി ഇതായിരിക്കും ലോകത്തിന്റെ അവസാനം, ഇതായിരിക്കും ലോകത്തിന്റെ സ്ഥിതി എന്ന് പറയരുത്. നോ 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 നോ. അതിനെ മറികടക്കുന്ന ലവേഴ്സ് ഓഫ് ഗോഡ് എഴുന്നേൽക്കും. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ഈ ലോകത്തിൽ പിശാചിനെ സേവിക്കുന്നവരും ദൈവവുമായി നടക്കുന്നവരും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടും, ഒന്ന് ഒരസാൻ പോകുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന നാളുകൾ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ദൈവത്തെ സേവിക്കുന്നവരാണോ? This is a year for you. This is a good news for you. This is a good word for you. God is going to നിന്നെ അവതരിപ്പിക്കാൻ പോകുകയാ ദൈവം. ദൈവത്തിന്റെ ലവേഴ്സിനെ ദൈവം പുറത്തു കൊണ്ടുവന്ന് അവനായി അവതരിപ്പിക്കുന്ന ദിവസങ്ങൾ. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. ദൈവം നിന്നെ അവതരിപ്പിക്കും. ബ്രദറെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? പിശാചിന്റെ സ്നേഹിതരെ, പിശാചുമായി നടക്കുന്നവരെ ലോകത്തിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ ദൈവവുമായി നടക്കുന്നവരെ അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? അതാണ് ഈ കാലഘട്ടം. ഞാനൊന്നും കൂടെ പറയാം, ഇത് നിങ്ങൾ എഴുതി വെച്ചോണം ഞാൻ പറയുന്നത്. പിശാചുമായി നടക്കുന്നവരെ പിശാച് അവതരിപ്പിച്ച പേര് നേടുമ്പോ, എന്റെ ദൈവത്തെ സേവിക്കുന്നവരെ അവതരിപ്പിക്കുന്ന വശങ്ങൾ എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾക്ക് ഇത് സുവർണ കാലഘട്ടം. ദൈവമക്കൾക്ക് ഇത് സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളെ അവതരിപ്പിക്കുന്ന കാലഘട്ടം. അടുത്തിരിക്കുന്ന 4-5 ആളിനോട് ചെന്ന് പറഞ്ഞ്, പിശാച് അവതരിപ്പിച്ച പലതും നീ കണ്ടു, എന്നാൽ ദൈവം അവതരിപ്പിക്കുന്നത് നീ കാണാൻ പോകുന്നു. ജോൺ ഡാരുവിനെ അവതരിപ്പിക്കുന്ന കാലം, ജോൺ ഡാരുവിനെ പ്രദർശിപ്പിക്കുന്ന കാലം, നിന്നെ പ്രദർശിപ്പിക്കുന്ന കാലം. ഓ, കൈ അടിച്ചോണ്ട് പറ, പിശാച് അവതരിപ്പിച്ചത് പലതും നീ കണ്ടു, എന്നാൽ ദൈവം അവതരിപ്പിക്കുന്നത് നീ കാണുവാൻ പോകുകയാണ്. പഞ്ചാബിൽ നടന്നതുപോലെയല്ല, ഇറാഖിൽ നടന്നതുപോലെയല്ല, ആന്ധ്രയിൽ നടന്നതുപോലെയല്ല, കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായതൊന്നും നടക്കും. ജീസസ് വേൾഡ് അതിന് മുമ്പിൽ കാണും. ആഫ്രിക്കയിൽ നടന്നതുപോലെയല്ല. Do you believe the prophetic words?
ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിന്നെ അവതരിപ്പിക്കാനായി പോകുന്നു. ഒരു 5-6 പേരുടെ അടുത്ത് കയ്യിലെടുത്ത് വഴി കൊടുത്ത് പറഞ്ഞ് ദൈവം നിന്നെ അവതരിപ്പിക്കാൻ പോകുന്നു. പിശാച് അവതരിപ്പിച്ചൊരു കാര്യം അറിയോ? AI-യുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ. അതിന്റെ പ്രത്യേകത, ഒത്തിരി കാര്യങ്ങൾ നന്മയുണ്ട് അതിനകത്ത്, ഒത്തിരി കാര്യങ്ങൾ അറിയാം. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ഉണ്ടായ ഒരു വലിയ കാര്യം കൂടെ പറയട്ടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോടുകൂടെ മനുഷ്യന് പകരമുള്ള ബൊമ്മകളെ അല്ലെങ്കിൽ റോബോട്ടുകളെ അവരുണ്ടാക്കാൻ തുടങ്ങി. ഞാനും കഴിഞ്ഞ ദിവസം സഹോദരന്മാരും കൂടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചൊരു വിഷയം, സ്ത്രീകളെ, പുരുഷന്മാരെ ആ ബൊമ്മ പോലെ ഉണ്ടാക്കാൻ പറ്റും. സ്ത്രീകൾ സെക്സിനായി ഒരു സ്ത്രീയുടെ അടുക്കൽ പോകുന്നതിന് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ബൊമ്മകൾ, റോബോട്ടുകളുടെ അടുക്കിലേക്ക് പോകുന്ന ഒരു സീസൺ വരുന്നു. നമ്മുടെ ശ്വാസമൊക്കെ പോയോ? ഐ എം പ്രൊഫസൈങ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സ്ത്രീകളുടെ അടുക്കിലേക്ക്, മെഷീന്റെ അടുക്കിലേക്ക് തൻ്റെ സെക്ഷുവലായ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പോകുന്നൊരു കാലഘട്ടം വരുന്നു. സ്ത്രീകളുടെ അത് തെറ്റല്ല, കാരണം അത് സ്ത്രീ അല്ലാത്തത് കൊണ്ട്, അത് പുരുഷനല്ലാത്തത് കൊണ്ട്, അതൊരു മെഷീൻ ആയതുകൊണ്ട് തെറ്റല്ല എന്ന ധാരണ യൗവനക്കാരുടെ ഇടയിൽ വളരുന്നൊരു കാലഘട്ടം വരുന്നു. അങ്ങനെ ഒരു പുരുഷന്റെ അടുക്കൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചിരിക്കുന്ന ഒന്നിന്റെ അടുക്കിലേക്ക് പോയി സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ നേടുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. നിങ്ങൾ അറിയേണ്ടത്, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ ഇതായിരിക്കും ഇനി അവസാനം. അല്ല, അതിനപ്പുറത്തൊരു അവസാനം എൻ്റെ കർത്താവിന് പറയാനുണ്ട്. നിങ്ങൾ അറിയേണ്ടത്, പിശാച് അവന്റെ പാപത്തിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ കൃപ അത് വർദ്ധിക്കുന്നല്ല എഴുതിയിരിക്കുന്നത്, മൾട്ടിപ്ലൈ ആകും, ഇരട്ടിക്കുമെന്ന. വർദ്ധിക്കുകയല്ല, ഇരട്ടിക്കും എന്ന് കൈയടിച്ചുകൊണ്ട് പറ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ തന്ത്രവുമായി പിശാച് ഇറങ്ങുമ്പോ എൻ്റെ ദൈവം പറയും, അതിന്റെ മുകളിൽ ഇരട്ടിക്കുന്ന ദൈവകൃപയുമായി ദൈവജനം എഴുന്നേക്കും. നിങ്ങൾ ലോകത്തെ നോക്കിയിട്ട്, പ്രശ്നങ്ങളെ നോക്കിയിട്ട്, എഴുന്നേറ്റ് വരുന്ന പാപ സ്വഭാവങ്ങളെ കണ്ടിട്ട് ഇത് ലോകത്തിന്റെ അവസാനമാണെന്ന് നിങ്ങൾ പറയുന്നില്ലേ, ദൈവത്തെ വിശ്വസിക്കുന്നവർ? എന്നാൽ നിങ്ങൾ അതിലേക്ക് നോക്കിയിട്ടല്ല പറയേണ്ടത്, ദൈവമക്കൾ എഴുന്നേൽക്കുന്നത് കണ്ടിട്ട് പറയണം ഇത് ലോകത്തിന്റെ അവസാനമാണെന്ന്. ദൈവം ഈ നാളുകളിൽ ചിലരെ തന്നോട് അടുപ്പിക്കുന്നത് കാണാം. ചിതറിപ്പോയ ചിലരെ, അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോയ ചിലരെ, നഷ്ടപ്പെട്ടു പോയ ചിലരെ കർത്താവ് തന്നോട് അടുപ്പിക്കുന്നത് കാണാം, ചേർത്ത് കൊണ്ടുവരുന്നത് കാണാം. അവർ ഉയർന്നു വരുന്ന, താനായിരിക്കുന്ന കുഴിയിൽ നിന്നും ദൈവം അവരെ ഉയർത്തുന്നത് കാണാം. ഈ ദിവസങ്ങളിൽ ദൈവം തൻ്റെ കരങ്ങളാൽ ചിലരെ രക്ഷിക്കുന്നത് കാണാം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയാം. ദേശത്ത് ദൈവം വാഴുന്ന അനുഭവത്തിൽ, അല്ലെങ്കിൽ ഇരട്ടി ആത്മശക്തി പകരപ്പെടുന്ന ഒരു ദിവസങ്ങളിലേക്കാണ്, കാലങ്ങളിലേക്കാണ് നമ്മളായിരിക്കുന്നത്. അതിനെ നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാം. ആ കാലത്തിൽ ദൈവത്തോടൊപ്പം ആയിരുന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സഹോദരിയുടെ പേര് രത്നം എന്നാണ് പേര്. രത്നം കൊല്ലങ്കോട് നല്ല സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർക്കും ഇവരുടെ മോനും 1 മാസമായി അലർജിയും അതുമൂലമുള്ള ചൊറിച്ചിലുമായിരുന്നു. 1 മാസത്തോളമായി ഇവർക്കും ഇവരുടെ സിസ്റ്ററിനും മോനും ശരീരത്തിൽ ചൊറിച്ചിലായിരുന്നു. അത് ഒക്ടോബർ മാസത്തിലുള്ള നമ്മുടെ പബ്ലിക് മീറ്റിംഗിൽ വന്നു, പങ്കെടുത്തു, പ്രാർത്ഥിച്ചു, പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടുള്ള സാക്ഷ്യമായി. നേരത്തെ ഇങ്ങനെ അലർജി ഉണ്ടായിരുന്നോ സിസ്റ്റർ? നേരത്തെ ഇല്ല, ഇപ്പോൾ 2 മാസമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നാണ്. പിന്നെ വന്ന് മരുന്നൊന്നും തേച്ചിട്ടില്ല, താനെ മാറി. അപ്പോൾ 1 മാസമായിട്ട് ചൊറിച്ചിലുണ്ടായിട്ട് ഒരു മെഡിസിനും എടുത്തില്ലേ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെ യേശുവിനെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. 1 മാസമായിട്ട് 2 പേർക്കും അലർജി ആയിരുന്നു. എന്നാൽ അമ്മ വന്ന് പ്രാർത്ഥിച്ച അന്ന് സൗഖ്യമായി മാറി. കർത്താവ് ചെയ്തതിനെ കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ഈ ബ്രദറിൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്, സിസ്റ്ററുടെ പേര് ഗീത എന്നാണ്. കടമ്പഴിപ്പുറം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ കുടുംബമായിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്ത് നമ്മുടെ പാലക്കാട് പബ്ലിക് മീറ്റിങ്ങിൽ വെച്ച് കർത്താവ് ഈ കുടുംബത്തിന് ചെയ്ത ഒരു കൂട്ടം അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് അവരിവിടെ ആയിരിക്കുന്നത്. ഗീത സിസ്റ്റർക്ക് 1 വർഷത്തിലധികമായി ചെസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ ചൊറിച്ചിലും ഉണ്ടായിരുന്നു. ഒരു കൈ
പൊക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബ്രദർ അന്ന് ദൂത് പറഞ്ഞു പ്രാർത്ഥിച്ചതാ. ബ്ലൗസ് ഇടാൻ പോലും കഴിയാതെ ആയിരുന്നു. കൈ പൊക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇടതുവശത്തെ ചെവി അടപ്പായിരുന്നു, അടഞ്ഞിരിക്കായിരുന്നു. എന്നാൽ ബ്രദർ ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ സിസ്റ്ററുടെ പൂർണ്ണമായി സൗഖ്യമായി. ചെവി തുറന്നു, ചെസ്റ്റിലെ തടിപ്പ് മാറിപ്പോയി, ചൊറിച്ചിൽ മാറിപ്പോയി എന്നാണ് സിസ്റ്റർക്കുള്ള സാക്ഷ്യം. എനിക്ക് തോന്നുന്നു ഞാന് കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് ഏറ്റവും ആദ്യം വിളിച്ചത് നിങ്ങളെയാന്ന് എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങൾ എവിടുന്ന വരുന്നേ? കടമ്പടിപ്പുറം. എന്നെനിക്ക് തോന്നുന്നു വിശ്വാസത്തിൽ വന്നിട്ട് നിങ്ങൾ ഒത്തിരി പ്രശ്നം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കുടുംബം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മീറ്റിങ്ങിന് കഴിച്ചു ഞാൻ വീട്ടിൽ പോയിട്ടും പ്രാർത്ഥിച്ചു കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ മഴ മാറിപ്പോയി, അന്ന് തന്നെ ആ മഴ മാറിപ്പോയി. ചെവി കേൾക്കാം, മഴ മാറിപ്പോയി, അലർജി മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ബ്രദറെ അതുപോലെ കയ്യിനും സൗഖ്യം വന്നു. കൈ പൊക്കത്തില്ലായിരുന്നു, പറ്റില്ലായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ അത് പൂർണ്ണ സൗഖ്യമായി. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. അടുത്തത് ബ്രദറെ അതുപോലെ ബ്രദറിനുണ്ടായ സൗഖ്യം 2 വർഷത്തിലധികമായിട്ട് ബ്രദറിന് ശ്വാസം മുട്ടൽ എന്ന പ്രയാസമുണ്ടായിരുന്നു. അതുമൂലം പലപ്പോഴും ഉറങ്ങാനൊക്കെ വളരെ പ്രയാസമായിരുന്നു. എന്നാൽ കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിൽ ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ ആ പ്രയാസം പൂർണ്ണമായി മാറിപ്പോയി എന്നാണ് ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ വായിൽ ഡ്രൈനസ് ആയിരുന്നു, അതും പൂർണ്ണമായി മാറി എന്നാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. ശ്വാസം മുട്ടൽ മാറിപ്പോയി. 2 വർഷമായിട്ട് ശ്വാസം മുട്ടലായിരുന്നു, മാറിപ്പോയി. ഇപ്പൊ മാറിപ്പോയി. പാസ്റ്റർ അന്ന് പ്രാർത്ഥിച്ചു, പൂർണ്ണമായി മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ. ബ്രദറെ സിസ്റ്ററുടെ പേര് കാവ്യ എന്നാണ്. തന്ത്രമംഗലത്ത് നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. ഈ സിസ്റ്റർക്ക് പറയാനുള്ള ഒരു അത്ഭുത സാക്ഷ്യം. ബ്രദർ ഇന്ന് ഇവിടെ മെസ്സേജ് പറഞ്ഞതുപോലെ തന്നെ 12 വർഷം രക്തസ്രാവത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സിസ്റ്റർക്ക് 8 മാസമായി ഓവർ ബ്ലീഡിംഗ് ആയിരുന്നു. അതിൽ നിന്നും പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് പറയുവാനാണ് സിസ്റ്ററുടെ ആയിരിക്കുന്നത്. ഈ സിസ്റ്റർ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ സ്കാൻ ചെയ്യാനായി പറഞ്ഞു. അപ്പോൾ ഓവർ ബ്ലീഡിംഗ് അനുസരിച്ച് സിസ്റ്ററിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല, യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഈ സിസ്റ്റർ ഇവിടെ കടന്നു വരികയും ബ്രദർ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അന്ന് തന്നെ ഈ സിസ്റ്റർ പറയുന്നത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്നാ പറയുന്നത്. 8 മാസമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ജോലിക്ക് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. ഒക്ടോബറില്, സെപ്റ്റംബർ, ജൂലൈ, ഓഗസ്റ്റില്, കഴിഞ്ഞ നവംബർ 2023 നവംബർ തൊട്ട് 24 ഒക്ടോബർ, ജൂലൈ, ഓഗസ്റ്റ് വരെ അന്ന് സൗഖ്യമായി. ബ്രദറും സിസ്റ്ററും കൂടെ പ്രാർത്ഥിച്ചു. ഇന്ന് പിന്നെ വിതുര വന്നില്ല, ഇപ്പൊ നോർമലായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 3 മാസമായിട്ട് ബ്ലീഡിംഗ് ഇല്ല, നോർമലാണ്. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23 രാവിലെ 8 മണി മുതൽ സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23 വൈകുന്നേരം 4:30 മുതൽ സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കായും നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ അനുഭവിക്കുവാൻ, അവൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മളെ വിളിച്ച ആ ദൈവിക പദ്ധതിക്കായിട്ടും സ്നേഹത്തിനായും നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ അത്ഭുതം ചലിക്കണമപ്പാ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണമപ്പാ. കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു, അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, അവിടുത്തെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഈ വീടുകളിൽ ദൈവം വാഴുന്നു എന്ന് പറയുന്ന വിധത്തിൽ ആ വാഴ്ചയുടെ അനുഭവം ഈ വീട്ടിലുണ്ടാകട്ടെ. കർത്താവേ, ഈ വീടിനെ വാഴുന്ന എല്ലാ സമാധാനവും മാറിപ്പോകണം, എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും മാറിപ്പോകണം, എല്ലാ രോഗത്തിൻ്റെ പ്രവൃത്തികളും മാറിപ്പോകണം. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഹിപ്പിൽ നീര് വെക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ഹിപ്പിൽ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. ആ നീര് വെക്കുന്ന അനുഭവത്തിൽ നിന്നും കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് കാണാം. നാളുകൾക്ക് മുമ്പ് താനൊന്ന് വീണതാണ്, എന്നാൽ പ്രായമായതിനു ശേഷമാണ് ഇപ്പോഴങ്ങനെ ഒരു
കാര്യം തൻ്റെ ശരീരത്തിലുണ്ടാകുന്നത്. ഹിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് നീര് വെക്കുകയും അസ്വസ്ഥ ഉണ്ടാകുന്നതുമായ അതിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടുവിക്കുന്നത് കാണാം. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, അതേപോലെ തന്നെ ഡയബറ്റിക് കൂടിയിട്ട് കാലിന് ന്യൂറോപ്പതി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. കാലുകൾ കറുത്തിരുണ്ടിരിക്കുക, നീര് വെച്ചതുപോലെ ഇരിക്കുക, ചില സ്ഥലത്തുനിന്ന് വെള്ളം ഒഴുകുന്നത് കാണാം. കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുന്ന് ചെയ്യുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. എൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കണമപ്പാ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണമപ്പാ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നിറവിൽ നമുക്കായിരിക്കാം, അവനോടൊപ്പം ചിലത് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു.